ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2218. ഇന്ന് ജനുവരി മാസം 26-ാം തീയതി. 3 നോമ്പിന്റെ 1-ാം ദിനത്തിലാണ്. മണ്ണിൽ നിന്ന് ജനിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. മറന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ മണ്ണിന്റെ പ്രത്യേകതകളെല്ലാം നമ്മൾ ഓരോരുത്തരിലുമുണ്ട്. ഋതുഭേദങ്ങളാണ് ഉദ്ദേശിച്ചത്. ചിലപ്പോൾ വേനൽ, ചിലപ്പോൾ ശൈത്യം, പിന്നെ വസന്തം, ശിശിരം, വേലിയേറ്റങ്ങൾ, വേലിയിറക്കങ്ങൾ. എല്ലാ ഋതുക്കളും നമ്മുടെ അകത്തും വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിലുള്ളതുപോലെ നമ്മോട് ബന്ധമുള്ള ഓരോ ആളുകളിലും ഈ ഋതുഭേദങ്ങളുണ്ട്. ഓരോ നേരത്തുമുള്ള മനസ്സിന്റെ അവസ്ഥകളെ ഉൾക്കൊള്ളാനാകുമ്പോൾ ആരെയും നമുക്ക് ഉൾക്കൊള്ളാനാകും. നിനക്ക് പഴയ സ്നേഹമൊന്നും ഇപ്പോഴില്ല എന്ന് പറഞ്ഞ് പിന്നെ ആരെയും നമ്മൾ വേദനിപ്പിക്കില്ല. നല്ലൊരു നോമ്പിന്റെ ദിനത്തിലാവുമ്പോൾ സ്നേഹത്തെ വീണ്ടെടുക്കാനായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ആവാം. കുറച്ചു നേരം കാത്തിരുന്നാൽ തെളിയാത്തൊരു ജലാശയമില്ല. സ്നേഹത്തിനായിട്ട് നമുക്കൊന്ന് കാത്തിരുന്ന് പരിശ്രമിക്കാം. എന്തോ അതിനുള്ള ഒരു വിശാല മനസ്സ്, പ്രകാശമുള്ള ഹൃദയമൊക്കെ നമുക്ക് എപ്പോഴോ നഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. കടയിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി മടങ്ങി വന്ന അമ്മയുടെ അടുത്തേക്ക് ഇളയ മകൻ ഓടിയെത്തി പറയുകയാണ് അനിയത്തിയെക്കുറിച്ചൊരു പരാതി. എന്താണ്? അമ്മ പോയപ്പോൾ മുതൽ അവൾ ചുമരിലാകെ കളർ പെൻസിൽ കൊണ്ട് എന്തൊക്കെയോ വരച്ചു കളിക്കുക. വില കൂടിയ വാൾപേപ്പറുകൾ കൊണ്ട് വീട് അലങ്കരിച്ചിട്ട് 1 മാസം പോലും ആയിട്ടില്ല. അമ്മയുടെ ഉള്ളിൽ അരിശം അരിച്ചു കയറി. വളരെ വേഗം മാപ്പ് കൊടുക്കാൻ പാവം അമ്മയ്ക്ക് സാധിക്കുന്നില്ല. ഒരു വടിയെടുത്ത് മകളുടെ അരികിലേക്ക് എത്ര ദേഷ്യത്തോടെയാണ് ഓടുന്നത്. കളർ പെൻസിലുകൾ വസ്ത്രത്തിൽ ഒളിപ്പിച്ച് പേടിച്ചു നിൽക്കുകയാണ് കുഞ്ഞ്. കുത്തിവരച്ചതിലേക്കൊന്ന് കണ്ണോടിച്ച അമ്മ പെട്ടെന്നാണ് അത് വെറും കുത്തിവരയല്ല എന്ന് വായിച്ചെടുത്ത് തിരിച്ചറിഞ്ഞത്. ചുമരിൽ ആ കുഞ്ഞു കൊച്ചിന് എത്താവുന്നിടത്തൊക്കെ പല നിറങ്ങളിൽ അവൾ ഇങ്ങനെ കോറിയിട്ടിട്ടുണ്ട്. ഐ ലവ് യു അമ്മ. വടി വളരെ ദൂരേക്കെറിഞ്ഞ് നിറഞ്ഞ കണ്ണുകളോടുകൂടി മോളെ വാരിപ്പിണരുന്ന അമ്മ. സ്നേഹത്തിന്റെ മുന്നിലാണ് ആരുടെയും കണ്ണു നിറയുന്നത്. എവിടെയോ ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ആനന്ദം. പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിലും അരികിലുള്ളവർ നമ്മെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത്ര നല്ല കയ്യക്ഷരങ്ങളിലൂടെയൊന്നും അല്ലെങ്കിലും ഓരോ ആളും കുത്തിവരയ്ക്കുന്നുണ്ട്. എന്താണ്? നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുവെന്ന്. ഇതൊന്ന് തിരിച്ചറിയാനും ഒപ്പമുള്ളവരുടെ ഇതൊന്ന് പങ്കുവെക്കുവാനും പകരാനും നമ്മൾ ഓരോരുത്തരും കുറെ കൂടി ബോധമുള്ളവരും സ്നേഹമുള്ളവരും പ്രകാശമുള്ളവരുമായി മാറട്ടെ. അതിന് 3 നോമ്പിന്റെ ഓരോ ദിനവും നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.